പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. എബ്രായർക്കെതിരെ ലേഖനം 9-ാം അധ്യായം എൻ്റെ 27-28 വാക്യങ്ങൾ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഇനി പാപം വഹിക്കുവാനല്ല, തനിക്കായി കാത്തു നിൽക്കുന്ന ഒരു രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷമാകുമെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അമലരി എബ്രായ വിശ്വാസികൾ കൊടുക്കുന്ന ശക്തമായൊരു ദൂതാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് യേശുവിന്റെ വളർത്തച്ഛനായിരിക്കുന്ന യോസെഫിന് കൊടുക്കുന്ന ഒരു ദൂത് അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 തൊട്ട് 21 വരെ വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ഞാനിവിടെ വായിച്ച് പറയാം. അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 1-18 തൊട്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസെഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവ് യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകപ്രവാദം വരുത്തുവാൻ അവന് മനസ്സിലായിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസെഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ ജനനം ജനത്തിന്റെ പാപത്തിന് പരിഹാരമായിരുന്നു എന്ന് ഇവിടെ ദൂതൻ യോസെഫിനോട് സംസാരിക്കുക കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ ജനനം, യേശുവിൽ ജനിച്ച് 33 തിരുവയസ്സ് ഭൂമി ജീവിച്ച് 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകൻ യോർദാനിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് തന്നെ മേൽ വന്ന ആത്മാവ് തന്നെ മരുഭൂമിയിലേക്ക് നടത്തി. 40 ദിവസം കഴിപ്പോൾ യേശുവിനെ വിശന്നപ്പോൾ പരീക്ഷകരടുത്ത് വന്നു യേശുവിനെ പരീക്ഷിച്ച് തന്റെ സാത്താന്റെ 3 പരീക്ഷയിലും യേശു വിജയിച്ചു. പിന്നീട് തന്റെ പരശുശ്രൂഷയില് അത്ഭുതങ്ങളും അടയാളങ്ങൾ വീരി പ്രവർത്തുന്നു. കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതും മരിച്ചവരെ ജീവിപ്പിച്ചും കൂടെ കാഴ്ച കൊടുത്ത് ചികറിന് കേൾവി കൊടുത്ത് മുടന്തനെ നടത്തുമാറാക്കി, കുഷ്ഠരോഗി സൗഖ്യം കൊടുത്ത് പക്ഷപാതക്കാരെ എഴുന്നേൽപ്പിച്ചു. കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനടക്കം അനവധി ആളുകളെ യേശു സൗഖ്യമാക്കി. യേശു സൗഖ്യമായ ശുശ്രൂഷകളെ കുറിച്ച് നമുക്ക് വിവരിക്കാൻ കഴിയാത്ത വിധത്തിൽ വേദപുസ്തകം സുവിശേഷങ്ങളിൽ നിറയപ്പെട്ട് നിൽക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുശ്രൂഷ 3.5 വർഷം എന്ന് പറഞ്ഞ അനേകർക്ക് വിടുതലും സൗഖ്യം ആശ്വാസകരമായി തീർന്നെങ്കിൽ യഹൂദന്മാരാൽ റോമൻ പടയാളികളാൽ യേശു പിടിക്കപ്പെട്ട് അവസാനം എന്ത് ചെയ്തു? പെന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ വിസ്തരിക്കപ്പെട്ടു. അവൻ കുറ്റക്കാരനെന്ന് കണ്ടിട്ടും അവനെ കുറ്റം വിധിച്ച് അവനെ കൊല്ലുവാൻ അവരെ ആക്രോശിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ യേശു നിരപരാധിയായിട്ട് യേശുവിനെ ക്രൂശിപ്പാൻ പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുത്തു. യേശു ക്രൂശിക്കപ്പെടുകയാണ്. കാൽവരി ക്രൂശിൽ കരിയും പാണികളാൽ മരക്കുരിശിൽ നമുക്ക് വേണ്ടി യേശു ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവനെ അരിമത്തിക്കാനായിരിക്കുന്ന യോസെഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അരിമത്തിക്കാനായിരിക്കുന്ന യോസെഫിന്റെ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്ത് കാവൽക്കാരെ നിർത്തി കല്ലറ മുദ്ര വെച്ചുവെങ്കിലും യേശുവിനെ കല്ലറയ്ക്ക് ഒതുക്കുവാൻ കഴിയില്ല എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ അവൻ 3-ാം നാളിൽ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് മഗ്ദലക്കായത്തിൽ അറിയിക്കും ശിഷ്യന്മാർക്കും. ഹല്ലേലൂയ. 40 നാളുകൾ ശിഷ്യന്മാർക്ക് വ്യത്യസ്തമായി അവൻ സ്വർഗത്തിലേക്ക് കരയേറി പോകുമ്പോൾ അവൻ സ്വർഗാരോപണം ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞ അപ്പോസ്തലർ 1:15 ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും ഹല്ലേലൂയ വരും എന്ന് പറഞ്ഞത് പ്രത്യാശ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പ്രത്യാശ. ഇതോടനുബന്ധമായിട്ടാണ് നമ്മൾ ഈ എബ്രായ ലേഖനത്തിൽ വാക്യം വായിക്കേണ്ടത്. ഇവിടെ പൗലോസ് പറയുന്ന ദൂത് എന്താണ്? ഹല്ലേലൂയ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അതെ, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് അനേകരുടെ പാപങ്ങളെ വഹിക്കാൻ വേണ്ടി. നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് അവൻ നമുക്ക് പാപത്തിൽ മോചനം തന്നു. ഇനി യേശു വരുന്നത് പാപത്തിന് പരിഹാരം വരുത്തുന്ന ഇനിയൊരു ക്രൂശ് മണ്ഡത്തിനല്ല. ഈ ഭാഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ വിശാലമായൊരു വിഷയമാണിത്. പാപത്തിന്റെ പരിണിത ഫലമാണ് ശാരീരിക മരണമെന്ന് ഉൽപ്പത്തി പുസ്തകം 2:17 അല്ലെങ്കിൽ 3:19 കാണാൻ കഴിയും. അപ്പൊ പാപവും മരണവും ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് റോമലേഖനം 5:12. സാധാരണ മരണം ശരീരത്തെ മാത്രമേ ബാധിക്കുകയുള്ളൂ, ആത്മാവിന് മരണമില്ല. ഹല്ലേലൂയ. ശാരീരിക മരണത്തിന് ശേഷം സകല മനുഷ്യർക്കും ഒരു പുനരുത്ഥാനമുണ്ട്.
ശാരീരിക മരണം പാപത്തിന്റെ പരിണിത ഫലമാകിയാൽ വീണ്ടെടുക്കപ്പെട്ടവർക്കും മരണത്തിൽ നിന്ന് വിടുതലില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ശാരീരിക മരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ രണ്ടാം വരവിനായുള്ള ഒരു ഉറക്കം മാത്രമാണ്. രക്ഷിക്കപ്പെട്ടവർക്കെല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ വെച്ച് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ന്യായവിധിയും പ്രതിഫലം കിട്ടുമെന്ന് 2 കൊരിന്ത്യർ ലേഖനം 5:10 വായിക്കുന്നുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെടാത്തവർക്കോ, രക്ഷിക്കപ്പെടാത്ത ഈ ഭൂമിയിൽ പാപത്തിൽ മരിക്കുന്നവർക്ക്, ശാപത്തിൽ മരിക്കുന്നവർക്ക് ആമേൻ സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെള്ള സിംഹാസനം ന്യായവിധി വെച്ച് ന്യായം വിധിക്കുമ്പോൾ സകല പാപികൾക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന കെടാത്ത തീയും ചാകാത്ത പുഴുങ്ങുന്ന ഗന്ധകത്ത തീപ്പൊയ്കയിലേക്കാണ്. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന മാതാവി, ഈ ലോകത്തിൽ നിനക്ക് അവസരങ്ങൾ ദൈവം അനുവദിച്ച് തന്നിട്ടുണ്ട്. ഈ പ്രഭാതവും ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. എന്തിനാണ് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി, പാപത്തിന് ശുദ്ധീകരണം വരുത്തി കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ചേർക്കുന്നവരുടെ കൂട്ടത്തിൽ നീ കാണപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. ലോകജനം പറയുന്ന പോലെ ഒരു മനുഷ്യൻ മരിച്ചാലൂടെ സ്വർഗത്തിൽ ചെല്ലുമെന്നുള്ള അനേക പഠിപ്പിക്കൽ നടക്കുന്നുണ്ട്. ഒരു മതത്തിനും മത നേതാവിനും ഒരു മതത്തിന്റെ പ്രമാണത്തിനും ഒരു രാഷ്ട്രീയക്കാർക്കും നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ ഭൂമി വെച്ച് തന്നെ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം വരുത്തി യേശുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്നും ആ പാപമോചനം എനിക്ക് ആവശ്യമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ മാത്രമേ അവന്റെ വരവെങ്കിൽ നിനക്ക് ചേർക്കപ്പെടാൻ കഴിയുള്ളൂ. ഒരു മദ്യപാനിക്ക്, ഒരു വേർക്കൂത്തുകാരൻ, ദുർനടപ്പുകാരൻ, ഒരാവശ്യത്തിനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ന്യായവിധി നാളിൽ നീ തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടാതിരിക്കണമെങ്കിൽ ദൈവം നിനക്ക് തരുന്ന അവസരത്തെ നീ പ്രയോജനപ്പെടുത്തണം. ഹല്ലേലൂയ. അനവധി നാളുകളായി ദൈവത്തിന് വചനം വിളിച്ചു പറയുന്നു. വചനം നിന്റെ കാതുകൾ കൊണ്ട് കേട്ടിട്ടും വചനം നിന്റെ ഭവനത്തിൽ ദൈവദാസിദാസന്മാർ കൊണ്ടു തന്നിട്ടും നീ കടന്നു പോകുന്ന വിവിധ മേഖലയിലൂടെ നിനക്ക് വചനം കേൾക്കാൻ അവസരം തന്നിട്ടും ഇന്നും നീ യേശുവിനെ തള്ളിക്കളഞ്ഞ് ജീവിക്കുകയാണോ? ഈ ലോകത്തിന് സുഖമാണ് നീ അന്വേഷിക്കുന്നത് എങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ പാപത്തിൽ മരിക്കും. പാപത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിത്യത നഷ്ടം തന്നെ. ഹല്ലേലൂയ. അത് വരാതിരിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്ക് ആരാണ് തനിക്ക് കാത്തു നിൽക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് പാപത്തിന് പരിഹാരം വരുത്തിയവർ, പാപ ശുദ്ധീകരണം വരുത്തിയവർ, വേർപാടും വിശുദ്ധി ആചരിച്ച് ദൈവസഭയുടെ ഭാഗമായി കൂട്ടായ്മ നിൽക്കുന്നവർ, വിശുദ്ധന്മാരെയാണ് ചേർക്കാൻ വരുന്നത്. അങ്ങനെ വിശുദ്ധന്മാരെ ചേർക്കാൻ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതര ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വരുമ്പോൾ നിന്റെ ആത്മാവാ ശബ്ദം കേൾക്കണമെങ്കിൽ നീ പാപപരിഹാരം വരുത്തണം. പാപത്തിന് പരിഹാരം വരുത്താത്തടത്തോളം കാലം നീ ഇവിടെ തള്ളപ്പെട്ടു പോകും. ശ്രോതാവേ, മതം നിന്നെ പഠിപ്പിക്കുന്ന മതത്തിന്റെ നീ വഞ്ചിക്കപ്പെട്ടു പോകരുത്. പാപപരിഹാരം വരുത്തി നീ ശുദ്ധീകരണം പ്രാപിക്കണം. അതെ, ഇന്നൊരു ദിവസം കൂടെ ദൈവം നിനക്ക് തന്നത് നീ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്, നീ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് യേശുവിനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരത്വം വിശുദ്ധതയെ വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. യോഹന്നാൻ 1:12 വായിച്ചാൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ, ഇവിടുത്തെ സുഖങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ നീ തകർത്ത് കളയാതെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്ക്. ആമേ. കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ നീ എടുക്കപ്പെടുവോ, നീ കർത്താവിലൂടെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവോ ഇല്ലയോ ഒന്ന് തിരിച്ചറിയാം. ഒരുപക്ഷെ നിന്റെ മരണമായിരിക്കും അത് സംഭവിക്കും. ഒരുപക്ഷെ മരണമാണ് സംഭവിക്കുന്നെങ്കിൽ വിശുദ്ധന്മാർ ഉയർക്കുന്ന കൂട്ടത്തിൽ നീ കാണുമോ? അല്ല, നീ കർത്താവിന്റെ വരെ ഉണ്ടെങ്കിൽ നീ രൂപാന്തരം പ്രാപിക്കുമോ? ഇത് രണ്ടിലേതാണ് നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ യേശുവിന്റെ ഹൃദയം കൊടുക്കുക. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ആരെങ്കിലും യേശുവിന്റെ ഹൃദയം കൊടുത്തിട്ടില്ല, ഇന്ന് പകൽ യേശുവിന്റെ ഹൃദയം കൊടുത്ത് കർത്താവ് എനിക്ക് നിത്യതയിൽ കാണണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചേട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം യേശുവിന്റെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വചനം കേട്ടുകൊണ്ട് വലിയൊരു ചെറിയൊരു ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യൗവനത്തിന് വാർത്തയിൽ നിരാൻ വൃത്തരസന യാചകർ ഓർഫനേജ് ജോബിൽ തടവറയിലായിരിക്കും. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല. രാജ്യരാഷ്ട്ര തലം അടക്കം മത നേതാക്കന്മാരടക്കം കർത്താവ് സകല ജനങ്ങളും പാപത്തിൽ ജീവിക്കുകയും ജനത്തിന് പാപത്തിന് പരിഹാരം കൊടുത്ത് ശുദ്ധീകരണം വരുത്തണമേ. അങ്ങനെ മധ്യകാശവരിൽ ചേർക്കുവാൻ കർത്താവ് ജനത്തെ ഒരുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.